നമസ്കാരം. നിളവരി വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. പാലക്കാട് ജില്ലയിൽ 39,000-ഓളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. തിങ്കളാഴ്ച മുതലാണ് SSLC പരീക്ഷ. വേനൽ ചൂടിനൊപ്പം ഇനി പരീക്ഷാ ചൂടും. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് തുടക്കമായി. പാലക്കാട് ജില്ലയിൽ ഇത്തവണ 39,906 വിദ്യാർത്ഥികളാണ് ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്നത്. പരീക്ഷ എഴുതുവാനായി ജില്ലയിൽ 155 കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. രാവിലെയാണ് പ്ലസ് ടു പരീക്ഷ നടക്കുന്നത്. പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറുകളെല്ലാം നേരത്തെ തന്നെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇരട്ടപ്പൂട്ടുള്ള അലമാരകളിൽ CCTV ക്യാമറകളുടെ നിരീക്ഷണത്തിലാണ് ചോദ്യപേപ്പറുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഒപ്പം പോലീസിന്റെ മേൽനോട്ടത്തിലും കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആകെ ജില്ലയിൽ 2,542 ഇൻവിജിലേറ്റേഴ്സിനാണ് പരീക്ഷാ ചുമതല. 1,844 ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് പുറമെ 698 ഹൈസ്കൂൾ, പ്രൈമറി അധ്യാപകരും പരീക്ഷാ ചുമതലയിലുണ്ട്. ഭിന്നശേഷി ആനുകൂല്യത്തിൽ 2,576 വിദ്യാർത്ഥികളാണ് ഇത്തവണ പ്ലസ് ടു പരീക്ഷ എഴുതാൻ അനുമതി ലഭിച്ചിട്ടുള്ളത്. 26-നാണ് പരീക്ഷ സമാപിക്കുക. രാവിലെ 9:30 തുടങ്ങുന്ന പരീക്ഷയുടെ ആദ്യ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ആദ്യ ദിനത്തെ പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. പരീക്ഷ അടിപൊളിയായിരുന്നു. രാവിലെ 9:30 തുടങ്ങി. ക്ലാസ് കണ്ടുപിടിക്കാൻ വളരെയധികം ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. 2-3 ബ്ലോക്കിലായിട്ടായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പൊ കുറെ അവിടെ പോയി, കുറെ ഇവിടെ പോയി. ആദ്യമേ ഞങ്ങൾക്ക് റൂം നമ്പർ തരാത്തതിന് ഒരു പ്രശ്നം നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. പിന്നെ എക്സാമിനെ പറ്റിയിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ രാവിലെ വരുമ്പോ ഞങ്ങൾക്ക് കുഴപ്പമില്ല എക്സാം. ശരി, ഉച്ചക്ക് പോകുമ്പോ എന്താ അവസ്ഥ എന്നറിയില്ല. നല്ല ചൂടുള്ള കാലമല്ല, അപ്പൊ എന്താ അവസ്ഥ എന്നറിയില്ല. പരീക്ഷ നന്നായിരുന്നു. ഇവിടെ വന്നപ്പോ ഈ കുറച്ച് രജിസ്റ്റർ നമ്പർ കണ്ടുപിടിക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ ഫുൾ മാറി. തിരിച്ചു പോകണമെന്നാണ് കഷ്ടം. ഒന്നാമത് 12:15 വരെയാണ് എക്സാം. അത് കഴിഞ്ഞ് പോകുമ്പോഴേക്കും ചൂട് കൊണ്ട് പിന്നെ ബസ് കിട്ടുമോന്ന് അറിയില്ല. അസഹ്യമായ ചൂടുള്ളതിനാൽ കുടിവെള്ളത്തിലുള്ള സൗകര്യങ്ങളും വിദ്യാലയങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. കോപ്പിയരി ഉൾപ്പെടെയുള്ളവ കണ്ടെത്താൻ കൃത്യമായ പരിശോധനയും നടക്കുന്നുണ്ട്. SSLC പരീക്ഷ തിങ്കളാഴ്ച ആരംഭിക്കും. പാലക്കാട് ജില്ലയിൽ 41,763 പേരാണ് ഇത്തവണ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ ഇത്തവണ LDFന് അനുകൂലമായ സാഹചര്യമാണ് ഉള്ളതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗവും പാലക്കാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥിയുമായ A. വിജയരാഘവൻ പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പട്ടാമ്പിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ആദ്യമായി A. വിജയരാഘവൻ പട്ടാമ്പിയിലെത്തുന്നത്. CPM പട്ടാമ്പി ഓഫീസിൽ നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിയെ വരവേറ്റു. മുഹമ്മദ് മോഹസിൻ MLA, CPM ജില്ലാ കമ്മിറ്റി അംഗം NP വിനയകുമാർ, ഏരിയ സെക്രട്ടറി T. ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സ്ഥാനാർത്ഥിയെ വരവേറ്റത്. കേരളത്തിലെ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനോടുള്ള ജനങ്ങളുടെ അനുകൂല മനോഭാവം തന്നെയാണ് ഒരു തുടർഭരണം കേരളത്തിലുണ്ടായത്. അത് നമ്മൾ കണ്ടുപോകണം. ആ ഗവൺമെന്റിന്റെ ഇലക്ഷൻ തൊട്ടുമുമ്പായിട്ട് ഇതിനേക്കാൾ വലിയ പ്രചരണമാണ് ഗവൺമെന്റിനെതിരായിട്ട് ഇവിടെ നടത്തിയത്. അത് മറക്കാനും പറ്റില്ല. ഇപ്പോൾ നടത്തുന്ന പ്രചരണം തന്നെ UDF കളവുകളിലൂടെ സുഖപ്പെടുത്തിയത്. ഇതിനേക്കാൾ വലിയ പ്രചരണമല്ല നടന്നത്. പക്ഷെ ജനങ്ങൾക്ക് വസ്തുതകളെ തിരിച്ചറിയാൻ കഴിഞ്ഞു. കേരളത്തിലെ ജനങ്ങളോട് 100% പ്രതിബദ്ധത പുലർത്തുന്ന ഒരു ഗവൺമെന്റാണ് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ്. ഇന്ത്യയിലെ സവിശേഷമായ സാഹചര്യത്തിൽ ഏറ്റവും സ്വീകാര്യതയുണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിനും അതിന്റെ നിലപാടുകൾക്കും. ഇന്ത്യ നേരിടുന്ന വലിയ വെല്ലുവിളി ഇന്ത്യൻ ഫെഡറലിസത്തിനെതിരെ നേരിടുന്ന കൂടിയാണ്. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള കയ്യേറ്റം, സംസ്ഥാനങ്ങളുടെ സാമ്പത്തികമായ നിലനിൽപ്പ് അപകടപ്പെടുത്തുന്ന കേന്ദ്ര നിലപാടാണ്. കോർപ്പറേറ്റുകൾക്ക് ദശലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആനുകൂല്യം പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്കുള്ള സാമ്പത്തിക അവകാശങ്ങളെയാണ് കവർന്നെടുക്കുന്നത്. പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിലും സംസ്ഥാനത്തും LDFന് അനുകൂലമായ സാഹചര്യമാണ് ഇന്നുള്ളതെന്ന് A. വിജയരാഘവൻ തുടർന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റെജീന സ്വജനപക്ഷമായി പ്രവർത്തിക്കുന്നു എന്നാരോപിച്ച് തൃത്താല ബ്ലോക്ക് ആലൂർ ഡിവിഷൻ അംഗം മാളിയക്കൽ ബാവ ബോർഡ് മീറ്റിൽ പ്രതിഷേധിക്കുകയും പരിപാടി ബഹിഷ്കരിക്കുകയും ചെയ്തു.
ബുധനാഴ്ച തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ തൃത്താല കോളേജിൽ വനിതകൾക്കുള്ള ജിംനേഷ്യം ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ സ്ഥലം മെമ്പറായ മാളിയേക്കൽ ബാവയെ വിവരം അറിയിച്ചില്ലെന്നും പരിപാടിയിൽ തന്റെ പേരെ പരാമർശിക്കുകയോ ആശംസാ പ്രഭാഷണത്തിന് അവസരം നൽകുകയോ ചെയ്തില്ലെന്നാണ് മാളിയേക്കൽ ബാവ ആരോപിക്കുന്നത്. എന്നാൽ മറ്റ് ഡിവിഷനുകളിലെ ഇടത് അംഗങ്ങൾക്ക് ആശംസാ പ്രസംഗത്തിന് അവസരം നൽകുകയും ചെയ്തതിനെ തുടർന്ന് മാളിയേക്കൽ ബാവ പ്രസ്തുത പരിപാടി ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു. സൂചിപ്പിക്കാനുള്ളത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ ഇത് ആദ്യമായി നടക്കുന്ന ഒരൊറ്റപ്പെട്ട സംഭവമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. യൂത്ത് കോൺഗ്രസ് നിരവധിയായിട്ടുള്ള സമരം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 2-3 മാസങ്ങൾക്ക് മുമ്പാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സമരം നടന്നത്. 15 മാസം 16 മാസങ്ങൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് രൂപ വെട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വിഇഒ, ആ വിഇഒ ഈ പഞ്ചായത്തിൽ ഉത്തരവാദിത്തപ്പെട്ട നിരവധിയായിട്ടുള്ള ഫയലുകൾ കൈവശം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ആ വിഇഒയെ സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രിയുടെ ഓഫീസിന്റെ പിൻബലമുണ്ടെന്ന് വെച്ച് എന്ത് ധാർഷ്ട്യവും ധിക്കാരം നടത്തുന്ന സമീപനമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജനപ്രതിനിധികൾ അവഗണിക്കുന്ന ഈ സമീപനത്തിനെതിരെയുള്ള പ്രതിഷേധം ഞങ്ങൾ ഏത് രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആലോചിച്ചു. തുടർന്നാണ് വ്യാഴാഴ്ച വൈകിട്ട് 3:30 തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ ബോർഡ് മീറ്റിംഗ് നടക്കുന്നതിനിടെ വിഷയം ഉന്നയിച്ച് മാളിയേക്കൽ ബാവ പ്രതിഷേധിച്ചത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിനു ശേഷം UDF മെമ്പർമാരെ പലതരത്തിലുള്ള അരികിവൽക്കരണത്തിന് പ്രസിഡന്റ് ശ്രമിച്ചിട്ടുണ്ടെന്നും മാളിയേക്കൽ ബാവ കുറ്റപ്പെടുത്തി. തീരുമാനിക്കും എന്ന് മാത്രമാണ് എനിക്ക്. ബ്ലോക്ക് മെമ്പർ മാളിയേക്കൽ ബാവ എന്ന ഞാൻ ഇവിടെ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി 3 വർഷത്തിൽ കൂടുതലായി ഭരണസമിതി രൂപം കൊണ്ടിട്ട് അന്നു മുതൽ ഇന്ന് വരെ വളരെയധികം ധിക്കാരപരമായുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് പ്രസിഡന്റ് മുന്നോട്ട് പോകുന്നത്. ഈ ധിക്കാരമായ പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അവസാനിപ്പിച്ചേ മതിയാവൂ. അവരുടെ സ്വന്തം പോക്കറ്റിലെ പണമെടുത്ത് ചെയ്യുന്നത് പോലെയാണ് അവർ ഓരോ പരിപാടികളും ഇവിടെ നടപ്പിൽ വരുത്തുന്നത്. ഒരു കൂടിയാലോചന പോലും ചെയ്യാതെ അതിന്റെ പ്രതിഷേധവുമായി ഞാൻ ബോർഡ് മീറ്റിംഗിൽ എൻ്റെ പ്രതിഷേധം അറിയിച്ചും കൊണ്ട് ഞാൻ ബോർഡ് മീറ്റിംഗ് ബഹിഷ്കരിച്ചും കൊണ്ട് ഇറങ്ങിപ്പോന്നിരിക്കുകയാണ്. ഇവിടെ നിന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ആ പ്രവർത്തനങ്ങളുമായി മാത്രം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. CCTV ന്യൂസ് തൃത്താല. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ വാഹനാപകടം. വെട്ടിക്കാട്ടിരി മദ്രസയ്ക്ക് സമീപത്താണ് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തു നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന ലോറിയും ഷൊർണൂർ ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കാറിൽ സഞ്ചരിച്ചിരുന്ന താഴപ്ര സ്വദേശി ചെറുങ്ങപ്പറമ്പിൽ സുലൈമാനെ പരിക്കുപറ്റിയതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. ചെറുതുരുത്തി പോലീസെത്തി നടപടികൾ ആരംഭിച്ചു. ചാലിശ്ശേരിക്കാരുടെ മുലയമ്പറമ്പത്തുകാവ് പൂരാഘോഷത്തിന് പതിർവാണി നടന്നു. കാർഷിക തനിമയുടെ ഗതകാല പെരുമയോടെ നടന്ന പതിർവാണ്യത്തിൽ പങ്കെടുക്കാൻ ക്ഷേത്ര മൈതാനിയിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. കാർഷിക സമൃദ്ധിയുടെ ഓർമ്മയും പഴമയുടെ പെരുമയും വിളിച്ചോതുന്ന ചാലിശ്ശേരി മുലയമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ തട്ടകങ്ങളിൽ നിന്നും ജാതി മത വ്യത്യാസമില്ലാതെ കുടുംബമായി ജനം മൈതാനത്തെത്തുന്നത് ഇവിടുത്തെ പ്രത്യേക കാഴ്ചയാണ്. വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ വരെയാണ് ക്ഷേത്ര പരിസരത്ത് പരമ്പരാഗതമായി പതിർവാണിഭ നടന്നത്. ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ പതിർവാണിഭ സ്ഥലത്തു നിന്നും ലഭ്യമാണ്. ആദ്യകാലങ്ങളിൽ ഉണക്കമത്സ്യമാണ് വാണിഭത്തിലെ പ്രധാന ഇനം. ഇപ്പോൾ പച്ചമത്സ്യമാണ് വിൽപ്പന ഏറെ നടന്നത്. മലബാറിലെ തന്നെ ഏറ്റവും വലിയ ഏകദിന മത്സ്യവാണിഭമാണ് ഇവിടെ നടന്നത്. ആദ്യകാലങ്ങളിൽ കൊയ്ത്തുകഴിഞ്ഞ കർഷകർ മിച്ചം വയ്ക്കുന്ന പതിരുൾപ്പെടുന്ന നെല്ല് കൊട്ടയിലാക്കി മത്സ്യക്കച്ചവടക്കാർക്ക് കൊടുത്താൽ കൊട്ട നിറച്ച മത്സ്യം തിരിച്ചു നൽകുന്നതായിരുന്നു പതിവ്. അങ്ങനെയാണ് പതിരുവാണിഭം എന്ന പേര് വന്നത്. കൃഷിയുടെ പ്രൗഢിക്ക് നിറം മങ്ങിയതോടെ പതിരു നൽകി മത്സ്യം വാങ്ങുന്നത് നിന്നെങ്കിലും അത് വലിയ കച്ചവടമായി മാറി. പതിർവാണിഭത്തിൽ കൊമ്പൻ സ്രാവ് മുതൽ നാട്ടിൻപുറത്ത് കാണുന്ന വരാൽ വരെ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. മത്സ്യത്തിനു പുറമെ വിവിധ തരം മൺപാത്രങ്ങൾ, പഴവർഗ്ഗങ്ങൾ, കത്തികൾ, മുറം, കൈക്കോട്ടുതായ, കയറുകൾ, പച്ചക്കറി വിത്തുകൾ, പായകൾ, ചൂൽ, പച്ചക്കറി, കളിപ്പാട്ടങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ എന്നിവയടക്കമുള്ള വസ്തുക്കളുടെ വൻതോതിലുള്ള വിൽപ്പനയാണ് 24 മണിക്കൂർ കൊണ്ട് നടന്നത്. രാത്രികാലങ്ങളിൽ വിളക്കിന്റെ വെളിച്ചത്തിൽ ഭാവി ഭൂതം വർത്തമാനം പറയുന്ന തത്തകളുമായി എത്തിയ കാക്കാത്തിക്കൂട്ടങ്ങളും പൂരപ്പറമ്പിൽ സജീവമായിരുന്നു. ക്ഷേത്രത്തിന് മുൻവശത്ത് ഉത്സവപ്രേമികൾക്കായി ഒരുക്കിയ പൂരപ്രദർശന നഗരിയിലും വൻ തിരക്കാണ് ദൃശ്യമായത്. CCTV ന്യൂസ് പെരുമ്പിലാവ്. ഒരിടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com.
ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി: 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന ആരവം 2024 അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സീസൺ ടിക്കറ്റ് വിതരണം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ആദ്യ സീസൺ ടിക്കറ്റ് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രന് മന്ത്രി കൈമാറി. മാർവൽ ക്ലബ്ബ് നൽകിയ ജീവകാരുണ്യ ചടങ്ങ് കൈമാറലും ക്ലബ്ബ് ഫുട്ബോൾ പരിശീലകരായ PK സ്റ്റീഫൻ, ജ്യോതിദേവ് എന്നിവർക്കുള്ള മൊമന്റോ സമർപ്പണവും മന്ത്രി വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ അധ്യക്ഷയായി. ക്ലബിന്റെ ലോഗോ പ്രകാശനവും ആദ്യ മെമ്പർഷിപ്പ് വിതരണവും പ്രസിഡന്റ് നിർവഹിച്ചു. തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ബ്ലോക്ക് മെമ്പർ ബാവ മാളിയേക്കൽ, സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ, മാർവൽ ക്ലബ്ബ് പ്രസിഡന്റ് MM അഹമ്മദ് ഉണ്ണി, പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, VS ശിവാസ്, PV രജീഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TK സുനിൽകുമാർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന CSA അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ 14 മുലയമ്പറമ്പത്ത് കാവ് ക്ഷേത്ര മൈതാനത്ത് ആരംഭിക്കും. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ NCC യൂണിറ്റിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങൾ തുടങ്ങി. ഇതോടനുബന്ധിച്ച് കേഡറ്റുകൾക്കുള്ള സ്വീകരണവും പാസിംഗ് ഔട്ട് പരേഡും നടന്നു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ NCC യൂണിറ്റിന്റെ ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി കേഡറ്റുകളുടെ ഈ വർഷത്തെ പാസിംഗ് ഔട്ട് പരേഡ് കോളേജ് ക്യാമ്പസിൽ സംഘടിപ്പിച്ചു. ഡൽഹിയിൽ നടന്ന തൽസൈനിക് ക്യാമ്പിൽ പങ്കെടുത്ത AK ആദർശ്, K ഹംസ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മുഹമ്മദ് മുഹസിൻ MLA അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു. സന്നദ്ധമായിട്ടുള്ള പട്ടാമ്പി കോളേജിലെ NCC യൂണിറ്റിന്റെ ഒരു പാസിംഗ് ഔട്ട് പരേഡ് നടത്തുമ്പോൾ അത് എങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിലും എന്ത് തിരക്കുണ്ടെങ്കിലും അത് പങ്കെടുക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ മറ്റു പരിപാടികളുടെയും ഈ പരിപാടിക്ക് പങ്കെടുക്കുന്നു. പട്ടാമ്പി കോളേജിലെ NCC കേഡറ്റുകൾ എന്ന് പറയുന്നത് പട്ടാമ്പിക്ക് തന്നെ അഭിമാനമാണ്. ഒരുപക്ഷെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തന്നെ അഭിമാനമായിട്ടുള്ള ഒരു ടീമാണ്. ഏത് സമയത്തും ഏത് പ്രോഗ്രാമും വളരെ കൃത്യമായി നടത്താൻ കെൽപ്പുള്ളവരാണെന്ന് അവർ തെളിയിച്ചിട്ടുണ്ട്. കവിതയുടെ കാവ്യങ്ങൾ ഇവിടെ വളരെ ഭംഗിയായി നടന്നു. അതിനു മുമ്പ് കലോത്സവം ഭംഗിയായി നടന്നു. ഇതിനു മുമ്പ് നിരവധി പരിപാടികൾ നല്ല ഭംഗിയായി നടത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് യാതൊരു തരത്തിലുള്ള കംപ്ലൈന്റും പറയാതെ പല സമയത്തും പല ബുദ്ധിമുട്ടുകളും വെള്ളത്തിലും ഭക്ഷണത്തിലും സമയത്തിന്റെ ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകും. എന്നാൽ ഒന്നും പറയാതെ വളരെ സജീവമായ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് മാതൃകയായിട്ടുള്ള ആളുകളാണ്. അതിൽ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ തന്നെ നയിച്ച ആളുകളാണ് ഇന്ന് പാസിംഗ് ഔട്ട് പരേഡിൽ ഇവിടെ എത്തിയിട്ടുള്ള നിയമവിരുദ്ധർ. പ്രിൻസിപ്പൽ ഡോക്ടർ VS ജോയ് അധ്യക്ഷത വഹിച്ചു. മികച്ച NCC കേഡറ്റുകൾക്ക് മുൻ കേഡറ്റ് റിട്ടയർഡ് NCC ഓഫീസർ ബാലകൃഷ്ണൻ എഴുവന്തല ഏർപ്പെടുത്തിയ അവാർഡ് സീനിയർ അണ്ടർ ഓഫീസർ അശ്വൻ ശങ്കർ, കേഡറ്റ് ഏഞ്ചൽ മറിയ എന്നിവർക്ക് വിതരണം ചെയ്തു. ഫൈനൽ വിദ്യാർത്ഥികൾക്കുള്ള മൊമന്റോ വിതരണവും യാത്രയപ്പും നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി, കൗൺസിലർ KT റുക്കിയ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K രാജൻ, 28 കേരള NCC ബറ്റാലിയൻ സുബേദാർ ഗോപകുമാർ, അസോസിയേറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ P അബ്ദു, NCC അലുമിനി പ്രസിഡന്റ് ഷെരീഫ് തുമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് പട്ടാമ്പിയിൽ മിനി മാരത്തോൺ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് പട്ടാമ്പിയിലെ എല്ലാ മേഖലയിലുമുള്ള സ്ത്രീകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മിനി മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. പട്ടാമ്പി റോട്ടറി ക്ലബിന്റെയും IVF സെന്ററായ റുസിയ ഹെൽത്ത് കെയറും വണ്ടർ വുമൺ ഫിറ്റ്നസ് ക്ലബും സംയുക്തമായാണ് മാരത്തോൺ ഒരുക്കിയിരിക്കുന്നത്. 8 രാവിലെ 6:30 പട്ടാമ്പി പാലത്തിന് സമീപത്തെ റുസിയ ഫെർട്ടിലിറ്റി സെന്ററിൽ നിന്നും മാരത്തോൺ ആരംഭിക്കും. 9 മണിയോടെ മേലെ പട്ടാമ്പി വുമൺ ഫിറ്റ്നസ് ക്ലബിന് സമീപത്ത് സമാപിക്കും. 2.5 കിലോമീറ്റർ ദൂരമാണ് മിനി മാരത്തോൺ ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റുസിയ ഹെൽത്ത് കെയറും വണ്ടർ വുമൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിറ്റ്നസ് ക്ലബും ചേർന്നിട്ട് നമ്മളൊരു മിനി മാരത്തോൺ ഓൾമോസ്റ്റ് 2.5 കിലോമീറ്റേഴ്സ് റുസിയ ഹെൽത്ത് കെയർ പാലത്തിൻ്റെ അപ്പുറത്തുള്ള റുസിയ ഹെൽത്ത് കെയർ മുതൽ
വണ്ടർ വുമൻ എന്നുള്ള ഫിറ്റ്നസ് ക്ലബ്ബ് വരത്തേക്ക് ലേഡീസിന് മാത്രമായിട്ടൊരു മിനി മാരത്തോണാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിൽ നടന്നോ അല്ലെങ്കിൽ ഓടിയോ എങ്ങനെയാണെങ്കിലും അവിടെ വരെ എത്താം. അതിലെത്തുന്ന ആളുകൾക്ക്, ഫസ്റ്റ് ആയിട്ട് എത്തുന്ന ആളുകൾക്ക് നമ്മൾ ക്യാഷ് പ്രൈസും പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു സർട്ടിഫിക്കറ്റ് പിന്നെ അതുപോലെ തന്നെ മെഡലും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് മാരത്തൺ എന്ന് പറയുമ്പം പട്ടാമ്പിൽ ഇതുവരെ ലേഡീസിന് മാത്രമായിട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ കൂടുതലായിട്ടുള്ള അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും ഡോക്ടർ രേഖയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഒരു വുമൻ എംപവർമെൻ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് വുമൻ എംപവർമെൻറ്റ് എന്നതിലുപരി ഇന്നും ഇപ്പോഴും ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഈ ഏരിയയിൽ, ഒരുപാട് കഴിവുള്ള സ്ത്രീകൾ പുറത്തേക്ക് വരാൻ കുറേ ഇൻഹിബിഷൻസ്, കുറേ റെസ്ട്രിക്ഷൻസ് ഉള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഒരുപാട് കഴിവുകളും സ്വപ്നങ്ങളും ഉള്ള സ്ത്രീകൾ. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു ആശയം മാഡമാണ് പിന്നെ സജസ്റ്റ് ചെയ്തത്. ഡോക്ടർ രേഖാകൃഷ്ണൻ മാരത്തോണിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. സമൂഹത്തിലെ വ്യത്യസ്ത തുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ത്രീകളെ ആദരിക്കുന്ന ചടങ്ങും ഉണ്ടായിരിക്കും. 2 കാറ്റഗറികളായാണ് മിനി മാരത്തോൺ നടത്തുന്നത്. ഓടിക്കൊണ്ടും നടന്നുകൊണ്ടും സ്ത്രീകൾക്ക് പങ്കെടുക്കാം. 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ, 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ എന്നിങ്ങനെ 2 വിഭാഗങ്ങളായാണ് മാരത്തോൺ ഒരുക്കിയിരിക്കുന്നത്. വിജയിക്കുന്നവർക്ക് സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ മാരത്തോണിന്റെ ഒരു വിഷൻ ഇവർ പറഞ്ഞപ്പോൾ അതിലെനിക്കൊരു തോന്നിയത്, ഇത് വെറും ഒരു ഫിറ്റ്നസ് ക്ലബിന്റെ അല്ലെങ്കിൽ കുറച്ച് സ്ത്രീകൾ മാത്രം പുറത്തു വന്നിട്ട് ഉള്ള ഒരു മാരത്തോൺ ഓട്ടം അങ്ങനെയല്ല. എല്ലാ മേഖലയിലും ഉള്ള സ്ത്രീകൾ, അത് ചെറുതോ വലുതോ ഒന്നുമില്ല, എല്ലാ മേഖലയിലുള്ള സ്ത്രീകൾക്ക് പുറത്തു വരാനുള്ള ഒരു അവസരം, കാരണം ഒരു ഫിറ്റ്നസ് ക്ലബ്ബ് നടത്തുന്ന ഇവർക്ക് അറിയുണ്ടാവും. ഒരു ഡോക്ടറായ എനിക്കറിയാം, ഒന്ന് ഫിറ്റ്നസ് ക്ലബ്ബ് പോകണമെന്നുണ്ടെങ്കിൽ 10 തവണ സ്വന്തം ഡ്രസ്സും കാര്യങ്ങളും ചെക്ക് ചെയ്യണ ഒരു സാഹചര്യം ഇപ്പോഴും ഈ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ളവർക്ക് പല പല ലിമിറ്റേഷൻസും ഉണ്ട്. നമ്മൾ അങ്ങനത്തെ ആ ഒരു ഇൻഹിബിഷൻസ് സ്ത്രീകൾക്ക് ഉണ്ടാവണം. അങ്ങനത്തെ നമ്മൾ ആ ഒരു സൊസൈറ്റി എന്നുള്ള രീതിയിൽ സ്ത്രീകൾ കംഫർട്ടബിൾ ആവുമ്പോഴാണ് അവർ പുറത്തു വരുള്ളൂ, അവരുടെ സ്വപ്നങ്ങൾ അവർക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ആവുമ്പോഴാണ് ഒരു സമൂഹം മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ഞാൻ അറിയണത് തന്നെ ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും അങ്ങനെ കഴിവുള്ളവർ. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഭാഗം ഇപ്പോൾ ഡോക്ടർ ബുഷ്ര പറയും, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്, ഈ മാരത്തോൺ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മൾ പട്ടാമ്പിയിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതോടൊപ്പം സമൂഹത്തിൽ സാമൂഹ്യമായും സാമ്പത്തികമായും മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള ഒരു ചാരിറ്റബിൾ സംഘടനയും രൂപീകരിക്കുന്നുണ്ട്. ഇതിന്റെ ലോഗോ പ്രകാശനവും മിനി മാരത്തോണിന്റെ ഭാഗമായി നടത്തും. ചാരിറ്റബിൾ സംഘടനയ്ക്ക് അനുയോജ്യമായ പേരുകൾ പൊതുജനങ്ങളിൽ നിന്നും ക്ഷണിക്കുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. മികച്ച പേരുകൾ നിർദ്ദേശിക്കുന്നവർക്ക് ആകർഷകമായ സമ്മാനവും നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇനി പറയുന്ന വാട്സപ്പ് നമ്പറിൽ പേരുകൾ കൈമാറാം: 8129780055. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ രേഖാകൃഷ്ണൻ, മാലിനി ബാലസുബ്രഹ്മണ്യൻ, ബുഷറ മജീദ്, നിഷ അജ്മൽ, മുരളീധരൻ വേളേരി മഠം തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരം ആഘോഷിച്ചു. പാഞ്ഞാൾ, താഴപ്ര, നെടുമ്പുര, ചെറുതുരുത്തി, പുതുശ്ശേരി, പള്ളിക്കൽ, ആറ്റൂർ എന്നീ 7 ദേശങ്ങളുടെ എഴുന്നള്ളത്തോടെയാണ് പൂരമാഘോഷങ്ങൾ നടന്നത്. തട്ടകദേശമായ പുതുശ്ശേരി മണ്ണഴിമന, ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപത്തുള്ള ആൽത്തറ, താഴപ്ര ശിവക്ഷേത്രം, പള്ളിക്കൽ ഭഗവതി ക്ഷേത്രം, മറ്റ് ദേശ കമ്മിറ്റിക്കാരും ദേശത്തെ ക്ഷേത്രങ്ങളിൽ നിന്നും എഴുന്നള്ളിപ്പുമായി എത്തി. കൂടാതെ കാള, കുതിര എന്നിവയും എത്തി കൂട്ടി എഴുന്നള്ളിപ്പ് നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.